ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. ശ്രീനാരായണീയർ കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നത് കാള ചുവപ്പ് കാണുന്നത് പോലെ എന്ന് KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി. ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയുടെ ചരിത്ര നായകന്മാരെയും അവഹേളിച്ച് KPCC പ്രസിഡന്റ് ഭാരതീപുരം ശശി. ശ്രീനാരായണീയർ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നത് കാള ചുവപ്പ് കാണുന്നത് പോലെ. ഷാഹിർ ഷയുടെ സ്ഥലം മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് വ്യക്തമാക്കണമെന്നും ഭാരതീപുരം. ഷാഹിർ ഷയ്ക്ക് പിന്തുണയുമായി പത്തനാപുരം MLA KB ഗണേഷ് കുമാറും. ചെക്ക് പോസ്റ്റുകളിൽ സ്കാനർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് എക്സൈസ് മന്ത്രി K ബാബു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ കണ്ടെയ്നർ ചെക്ക് മൊഡ്യൂൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പുനലൂർ പേപ്പർ മിൽ വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. തക്കാളി വിലയിൽ വൻഇടിവ്. തമിഴ് കർഷകർ പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെയും പാർട്ടി ആചാര്യന്മാരെയും അപഹസിച്ച് KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴിതെറ്റിയാണ് സഞ്ചരിക്കുന്നതെന്നും പാർട്ടിയുടെ അന്ത്യം അടുത്തതായും ഭാരതീപുരം വിമർശിച്ചു. കണ്ണൂരിൽ ഗണേശോത്സവം അത് BJP-കാരുടെ വകയായിരുന്നു. വടക്കേ ഇന്ത്യയിൽ നിന്ന് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന കേരളത്തിൽ ഗണേശോത്സവം വന്നു. ഗണേശൻ ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ തുമ്പിക്കൈ. ആ തുമ്പിക്കൈക്കകത്ത് എന്തായിരിക്കുന്നത്? ഉണ്ണിയപ്പം. ഗണേശന്റെ കയ്യിൽ ഉണ്ണിയപ്പം ഇരിപ്പുണ്ട്. ആ ഉണ്ണിയപ്പം പിടിച്ചിരിക്കുന്ന ഗണപതിയുടെ കൈയുടെ ഇടയിൽ കൂടെ ഒരു കൊടി കുത്തി അങ്ങ് വെച്ചു. ആ കൊടിയിൽ ആരാണെന്നറിയാമോ? ചെകുവരെ, എമ്മയുടെ മച്ചമ്പി ചെകുവരെ സായിപ്പ. ഇങ്ങനെ ദൈവങ്ങളെ ആക്ഷേപിക്കാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര നേതാക്കളെ അവഹേളിച്ച് സംസാരിച്ച KPCC വൈസ് പ്രസിഡന്റ് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും പേരെടുത്തു പറഞ്ഞാണ് രൂക്ഷമായി വിമർശിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് വഴിതെറ്റിയാണ് സഞ്ചരിക്കുന്നത്. ഗുരുപ്രതിമാ വിവാദത്തോടെ ശ്രീനാരായണീയർ കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നത് കാള ചുവപ്പ് കാണുന്നത് പോലെയാണെന്നും CPM-ന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞതായും ഭാരതീപുരം കുറ്റപ്പെടുത്തി. ശ്രീനാരായണ ഗുരുവിന്റെ സമുദായത്തിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നയാളാണ് താനെന്നും ഭാരതീപുരം ശശി പറഞ്ഞു. കേരള നവോത്ഥാനത്തിന്റെ ആളാ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലത്ത് പിന്നോക്കം നിന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ശ്രീനാരായണൻ. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു കുമാരനാശാൻ. കുമാരനാശാന്റെ കവിതകൾ വായിക്കുന്നു, ശ്രീനാരായണൻ ഗുരുവിന്റെ സൂക്തങ്ങൾ വായിക്കുമ്പോൾ ആ സമുദായത്തിൽ ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ തുറന്നു പറയുകയാണ്. അദ്ദേഹത്തെ ഈഴവൻ സമുദായം മാത്രമല്ല ലോകം മുഴുവൻ ആരാധിക്കുന്നുണ്ട്. ഗുരുസ്വാമിയെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചില്ലേ? അദ്ദേഹത്തിന്റെ പ്രതിരോധം ഉണ്ടാക്കി ഒരു കുരിശിനകത്ത് വെച്ച് ആണിയടിച്ച് ഗുരുസ്വാമിയെ ആക്ഷേപിച്ചില്ലേ? സകല ഈഴവന്മാരും ചുവപ്പ് കണ്ടാൽ കാള ചുവപ്പ് കാണുന്ന കൂട്ടാ. ഈ കാള ചുവപ്പ് കാണുമ്പോൾ ചാടുന്ന പോലെ ചാടിയ ഈഴവ സഹോദരന്മാർ ഇന്നലെ പുനലൂരിന്റെ നഗരവീതിയിൽ ഇറങ്ങി ആരെയാ തെറി വിളിച്ചത്? പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷയുടെ സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ച് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഭാരതീപുരം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷയുടെ സ്ഥലം മാറ്റ വിവാദത്തിൽ ഇടതുപക്ഷം പൊതുയോഗം വിളിച്ച് നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീപുരം ശശി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പരസ്യമായി പ്രതികരിക്കണമെന്നും ഭാരതീപുരം പറഞ്ഞു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവിന്റെ തന്നെ നാട്ടുകാരനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹനെ MLA-യുടെ ആളുകൾ സ്വാധീനിച്ചതിനാലാണ് ഷാഹിർ ഷയുടെ സ്ഥലമാറ്റ വിവാദത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കാത്തതെന്ന് ഭാരതീപുരം ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അവാർഡ് വാങ്ങിക്കുകയും പഴയ സഖാക്കളുടെ ഉണ്ണായിസം ഉപേക്ഷിക്കുകയും ചെയ്ത ജയമോഹൻ ഒരക്ഷരവും മിണ്ടുന്നില്ല. ഒരക്ഷരം നിയമവും കിട്ടിയിട്ടില്ല. കാരണം ഈ നെട്ടയോ നെടിയവയും തമ്മിൽ 2 കിലോമീറ്ററേ ഉള്ളൂ. ഈ ജയമോഹനെ, നെടിയറ താമസിക്കുന്ന ജയമോഹനെ നെട്ടയത്ത് താമസിക്കുന്ന MLA-യുടെ ആളുകൾ ഇപ്പൊ വന്ന സൂപ്രണ്ടിന്റെ ബന്ധുക്കാർ ഇതിനകത്ത് അരിച്ചുണ്ടാക്കരുത്, ഇടപെടരുത് എന്ന് പറഞ്ഞു വിലക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാഹിർ ഷയ്ക്ക് പകരം സൂപ്രണ്ടായി ചുമതലയേറ്റയാൾ MLA-യുടെ ബന്ധുവായതിനാലാണ് MLA-യും പ്രതികരിക്കാത്തത്. ഈ 5 കൊല്ലത്തിനിടയിൽ ഇന്ന് വരെ രാജുവിനെ കുറിച്ച് നല്ലതല്ലാതെ മോശമായിട്ട് ഒന്നും ഞാൻ പറഞ്ഞു. അയാളൊരു സ്വാത്വികനാണ്, മര്യാദക്കാരൻ. അതിന് മുമ്പ് സുബാലിന്റെ മുമ്പ് ചട്ടമ്പിത്തരം കാണിക്കുന്ന ആളല്ല, മര്യാദക്കാരനാണ്. ആ ബഹുമാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഞാൻ രാജുവിനോട് ചോദിക്കട്ടെ, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട സഹർഷായെ മാറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ എന്താണ് രാജു പഠിക്കുന്നത്? ഇവിടെ എന്റെ മുമ്പിൽ എന്നോടൊപ്പം ഇരിക്കുന്ന ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ
ഇവരുടെ ഒന്നും വോട്ട് രാജുവിന് വേണ്ടേ? എന്താ രാജു ഒരു അക്ഷരം മിണ്ടാത്തത്? രാജു മിണ്ടാത്തത് ഇവിടെ സ്ഥലം മാറി വന്നിരിക്കുന്ന ഡോക്ടർ രാജുവിന്റെ ബന്ധുക്കാരനാണ്. വിഷയത്തിൽ പൊതുയോഗം വിളിച്ച് നിലപാട് വ്യക്തമാക്കാൻ ഇടതുപക്ഷം തയ്യാറാകണം. മാർക്സിസ്റ്റ് സഹാക്കൾ എന്താണ് മിണ്ടാത്തത്? നിങ്ങൾ ഇവിടെ മീറ്റിംഗ് വെച്ച് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. സഹർഷായ മാറ്റിയത് ശരിയാണോ? ശരിയാണെന്ന് പറയണം. അതാണ് പൗരുഷം. ഇവരെന്തൊക്കെയാ ചെയ്യുന്നത്? ഇവർ അഷ്ടമിരോഹിണി ആലോചിച്ച് സഹാക്കളുടെ മക്കളെ എല്ലാം ഗുണം കൊടുപ്പിച്ച് ഓടം കൊണ്ട് കൈ കൊടുത്ത്. CPM അനുഭാവിയായ ഷാഹിർഷയ്ക്ക് ഇപ്പോൾ CPM നേതാക്കളുടെ തനിനിറം മനസ്സിലായതായും ഭാരതിപുരം പറഞ്ഞു. സഹർഷയ്ക്ക് ഇപ്പം മനസ്സിലായി CPM-കാരാണ്. ഈ സഹർഷ CPM അനുഭാവിയാണ്. സഹർഷ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോ ഇവരുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വലിയ പ്രവർത്തനമായിരുന്നു. ഇയാൾ സഹാവ് സഹർഷ. ഇപ്പൊ കിട്ടിയല്ലോ സഹർഷയ്ക്ക് അവന്മാരുടെ തനിനിറം പുറത്തു വന്നല്ലോ. കോൺഗ്രസിന്റെ പ്രമുഖ ഗ്രൂപ്പിന് പുനലൂരിൽ നേതൃത്വം നൽകുന്ന നേതാവിന്റെ നേതൃത്വത്തിലുള്ള ആശുപത്രിയെ ലക്ഷ്യം വെച്ചും ഭാരതിപുരം പരോക്ഷമായി വിമർശനം ഉന്നയിച്ചു. സഹർഷ പോയതിനു ശേഷം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ OP 700 എണ്ണമാണ് കൂടിയിരിക്കുന്നത്. മറ്റേത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിപ്പെട്ടി കൊണ്ടുവച്ചിട്ട് തമിഴ്നാട്ടിൽ പെണ്ണുങ്ങളിൽ നിന്ന് ഈച്ച അടിക്കും, അതിന് ഈച്ച പറ്റാതിരിക്കാൻ. അതുപോലെ OP-യിലെ സിസ്റ്റർമാരിൽ നിന്ന് ഈച്ച അടിച്ചുകൊണ്ടിരുന്ന പരിസരത്തുള്ള ആശുപത്രികളിലെല്ലാം 700-ൽ കൂടുതൽ OP ഔട്ട് പേഷ്യന്റ് ടിക്കറ്റ്സ് ആയിട്ട് കിട്ടുന്നു. ഷാഹിർഷയുടെ സ്ഥലം മാറ്റത്തോടെ പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ OP-യിലെ തിരക്ക് വർദ്ധിച്ചതായും ഇതായിരുന്നു ചിലരുടെ ലക്ഷ്യമെന്നുമായിരുന്നു ഭാരതിപുരത്തിന്റെ വിമർശനം. ഷാഹിർഷയുടെ സ്ഥലം മാറ്റത്തിനു പിന്നിൽ ഇത്തരം സ്വകാര്യ ആശുപത്രി ലോബികളാണെന്നും ഭാരതിപുരം ആരോപിച്ചു. ഈ സ്വകാര്യ ആശുപത്രിക്കാർക്കെല്ലാം ഈ സഹർഷയോട് ചേർന്നതാണ്. അയാൾ പാട്ട് വെക്കുന്നു, അയാൾ പൂന്തോട്ടം ഉണ്ടാക്കുന്നു, അയാൾ പെണ്ണുങ്ങൾക്ക് വേദനയില്ലാതെ പ്രസവിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്നു, ക്യാൻസറുകാരെ കുറിച്ച് ചികിത്സിക്കുന്നു, 5 പൈസ ഇവർക്ക് ചെലവില്ല. യവനെ ഇവിടുന്ന് കടത്തണം എന്ന് തീരുമാനമെടുത്തതിന് പുറകിൽ ഈ സ്വകാര്യ ആശുപത്രിക്കാരുണ്ട്. അഞ്ചലിലെ ഒരു സ്വകാര്യ ആശുപത്രിക്കാർ 10 ലക്ഷം രൂപ ഇതിലിടപെടാതിരിക്കുന്നതിന് ഇവിടുത്തെ ചില പാർട്ടിക്കാർക്കും ചില ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായ തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നോട് സമീപിക്കുന്നവരോട് ഞാൻ രഹസ്യമാക്കുക. 10 ലക്ഷം രൂപ അഞ്ചലിൽ നിന്ന് മാത്രം കൊടുക്കുന്നുണ്ട്. ഇവിടെ പരിസരത്തുള്ള ആശുപത്രിക്കാർ പണം മുടക്കിയിട്ടുണ്ട് സഹർഷയെ മാറ്റാൻ. ലൈവ് വാർത്ത പുനലൂർ. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ഷാഹിർഷയെ സ്ഥലം മാറ്റിയതെന്ന് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ. ഇതിനു പിന്നിൽ രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും MLA പറഞ്ഞു. ഒരു നല്ല ഡോക്ടർ, ആ ഡോക്ടറുടെ പേര് വ്യക്തി എന്നുള്ളതല്ല, പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ഏറ്റവും നല്ല സംഭാവനകൾ നൽകിയ, വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിരുന്ന, ആ ആശുപത്രി ഇന്ന് കാണുന്ന നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഡോക്ടറെ അകാരണമായി സ്ഥലം മാറ്റിയതിൻ്റെ പുറകുള്ള രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഇതൊരു വളരെ മോശമായ നടപടിയായിപ്പോയി. ആ നടപടിയിൽ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ആ ആശുപത്രിയുടെ ഇന്ന് കാണുന്ന നല്ല അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ആ ഡോക്ടറും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റ് ആശുപത്രി ജീവനക്കാരും ചെയ്ത നല്ല കാര്യങ്ങൾ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. എനിക്ക് തന്നെ അതിൽ പ്രതിഷേധമുണ്ട്. മാത്രമല്ല അത് എങ്ങനെ ആയിത്തീരുമെന്നുള്ള ആശങ്ക. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർഷയെ സ്ഥലം മാറ്റിയതിനു പിന്നിൽ രാഷ്ട്രീയ നേതാക്കളെങ്കിൽ അവർ ജനങ്ങളുടെ കോടതിയിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ പറഞ്ഞു. ചാനൽ ലൈവിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുനലൂർ താലൂക്ക് ആശുപത്രിയെ ഇന്ന് കാണുന്ന രീതിയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നാക്കി മാറ്റിയതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വിലപ്പെട്ടതാണെന്ന് MLA പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. ഇതിനു പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. ആശുപത്രി ലോബികളാണ് ഇതിന്റെ പുറകിലെന്നൊരു പൊതുജന അഭിപ്രായമുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രിയിൽ പ്രത്യേകിച്ച് ഈ പ്രസവ വാർഡും അതിന്റെ നവീകരണവും വേദന അറിയാതെയുള്ള പ്രസവ സംവിധാനങ്ങളും എല്ലാം കൊണ്ടുവന്നപ്പോൾ വൻതോതിൽ സാധാരണക്കാരായ മനുഷ്യർ പണം ചിലവാകാതെ സർക്കാരിന്റെ ആശുപത്രിയിലേക്ക് പ്രസവത്തിനും മറ്റും പോകുന്ന ഒരവസ്ഥയുണ്ടായത് വലിയ ഒരു ചരിത്രപരമായ മാറ്റമായിരുന്നു. അതിനെല്ലാം തുരങ്കം വെച്ചതിന്റെ പുറകെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും. അവരതിന് വലിയ വില കൊടുക്കുന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഫലപ്രദമെങ്കിൽ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയ്ക്കായി സ്കാനർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് എക്സൈസ് മന്ത്രി K ബാബു. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ സ്ഥാപിച്ച കണ്ടെയ്നർ ചെക്ക് മോഡ്യൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ സ്ഥാപിച്ച കണ്ടെയ്നർ ചെക്ക് മോഡ്യൂളിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ആര്യങ്കാവിൽ ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. ദുബായ് ആസ്ഥാനമായ കമ്പനി 30 കോടി രൂപ ചെലവിൽ സ്കാനർ സംവിധാനം ഏർപ്പെടുത്താൻ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് ഫലപ്രദമെങ്കിൽ സ്കാനർ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഇപ്പോൾ കുത്തിനോക്കുന്ന സംവിധാനമാണ്. ശരിയാണ്, വലിയ പോരായ്മയുണ്ട്. ഏതായാലും അടുത്ത കാലത്ത് എന്നെ ഒരാൾ സമീപിച്ചിട്ട് PPP അടിസ്ഥാനത്തിൽ നമുക്ക് ചെക്ക് പോസ്റ്റുകളിൽ മറ്റേ സ്കാനർ വയ്ക്കാം എന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്. ഞാനത് ടാക്സ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കാനർ ഇതുവരെ വയ്ക്കാവുന്നതിന് 2 കാരണമാണ്. ഒന്ന്, സ്കാനർ വയ്ക്കാൻ 250 കോടി രൂപ വേണമെന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ എന്നെ ഏൽപ്പിച്ച ഒരു സ്കാനറിന് 30 കോടി രൂപയാണ്. ദുബായിൽ നിന്ന് ഒരാൾ പ്രപ്പോസൽ തന്നിരിക്കുകയാണ്. അപ്പോൾ അത് സുതാര്യമായിട്ടുള്ള നടപടികളിലൂടെയാണ് നടപ്പാക്കാൻ സാധിക്കൂ. അവർ സ്ഥാപിക്കും, അവർക്ക് ഓരോ വണ്ടിക്കും ഒരു ഫീസ് നിശ്ചയിച്ച് കൊടുക്കണം. പക്ഷെ അതിന് നമുക്ക് ഓപ്പൺ ടെൻഡർ വിളിച്ചതിന് ശേഷം പറ്റും. ഏതായാലും ധനകാര്യ വകുപ്പ് മന്ത്രിയും കൂടിയായിട്ട് ആലോചിച്ച് നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ സ്കാനർ സംവിധാനം ഫലപ്രദമാണെങ്കിൽ, ഞാൻ പറഞ്ഞ ഫലപ്രദമല്ല എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്, സ്കാനറുകൾ ഫലപ്രദമല്ല, എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. ഈ പ്രശ്നം പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതായാലും ചെക്ക് പോസ്റ്റുകളിൽ സ്കാനർ സംവിധാനം ഏർപ്പെടുത്തുന്നത് ഫലപ്രദമായ സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ചെക്ക് പോസ്റ്റിലെങ്കിലും സ്കാനർ സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം ധനകാര്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇതുകൂടാതെ എക്സൈസ് വാണിജ്യ ചെക്ക് പോസ്റ്റുകൾ ഏകോപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി ചടങ്ങിൽ അറിയിച്ചു. സംസ്ഥാനത്തെ ആര്യങ്കാവ് ഉൾപ്പെടെ 4 ചെക്ക് പോസ്റ്റുകൾ ഇത്തരത്തിൽ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു. ഈ ചെക്ക് പോസ്റ്റുകൾ ഏകോപിപ്പിക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. 5 മേജർ ചെക്ക് പോസ്റ്റുകൾ ഏകോപിപ്പിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ മുത്തങ്ങ, മഞ്ചേശ്വരം, ആര്യങ്കാവ്, അമരവിള, വാളയാർ. ഇതിലെ അമരവിള ചെക്ക് പോസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റായി മാറി. മറ്റ് ചെക്ക് പോസ്റ്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു അധ്യക്ഷത വഹിച്ചു. എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KN വാസവൻ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IM വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി ജോസഫ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ശോഭ മെറ്റൽ സ്റ്റോർ. സ്റ്റീൽ, വെങ്കല പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ, നിലവിളക്കുകൾ, അന്ന അലൂമിനിയം പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ജാക്സൺ, ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ്, പ്രീതി മിക്സി, പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 2222 280 94472 06383. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻസ്. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947 697.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 04752221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോട്. എങ്ങോട്ടാ? ആർ കെ സാരീസ്. അതെന്താ എപ്പോഴും ആർ കെ സാരീസിലേക്ക്? വേറെ എത്രയോ കടകളുണ്ട് പുതിയതും പഴയതുമായിട്ട്. ആർ കെ സാരീസിൽ ക്വാളിറ്റി സെലക്ഷനും മാത്രമല്ല, ഹോൾസെയിൽ റേറ്റിലാണ് തുണികൾ ലഭിക്കുന്നത്. ഇതൊക്കെ പരസ്യത്തിന് വേണ്ടി എല്ലാരും പറയുന്നതല്ലേ ഭാമേ? അല്ല മോഹനേട്ടാ, വർഷങ്ങളായി ഹോൾസെയിൽ രംഗത്ത് പേര് കേട്ടവരാണ് ആർ കെ സാരീസ്. ഓരോ തുണിത്തരങ്ങളും ബൾക്കായി പർച്ചേസ് ചെയ്യുന്നോണ്ടാണ് ആർ കെ സാരീസിന് സാധിക്കുന്നത്. അപ്പൊ നീ പത്രത്തിൽ വരുന്ന മറ്റു കടകളുടെ വലിയ വലിയ ഓഫറുകളൊന്നും കാണാറില്ലേ? 500 രൂപ വിലയുള്ള തുണിക്ക് 1000 രൂപ കൂട്ടിയിട്ട് 300 രൂപ കുറച്ചു കൊടുക്കും. ഇതാണ് ഓഫർ. ഓ, അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ വഞ്ചിക്കപ്പെടുകയാണല്ലേ? ഇതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി ഭാമേ? ഞങ്ങൾ സ്ത്രീകൾ എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് ഒരു കട ഉറപ്പിക്കൂ. അതാ ആർ കെ സാരീസിൽ ഇത്രയേറെ തിരക്ക്. വാങ്ങാം ആശ്ചിതൊക്കെ നിങ്ങളുടെ കൊച്ചു ബഡ്ജറ്റിൽ. ആർ കെ സാരീസ്, കൊല്ലം, പുനലൂർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നവീകരിച്ച പുനലൂർ പേപ്പർ മിൽ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിക്കും. പേപ്പർ മിൽ തുറന്നു പ്രവർത്തിക്കുന്നതോടെ ഒരു നാടിന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം നവീകരിച്ച പുനലൂർ പേപ്പർ മിൽ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകുന്നേരം 6 നടക്കുന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കും. 120 തൊഴിലാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ജോലി ലഭിക്കുന്നത്. ക്രാഫ്റ്റ് പേപ്പറാണ് പേപ്പർ മില്ലിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും വീണ്ടും വാനോളമുയർത്തി പുനലൂർ പേപ്പർ മിൽ തുറക്കുമ്പോൾ ഉയരുന്നത് ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനമായി പേപ്പർ മിൽ വീണ്ടും മാറുകയാണ്. ചടങ്ങിൽ മന്ത്രിമാരായ അടൂർ പ്രകാശ്, ഷിബു ബേബി ജോൺ, മുൻ മന്ത്രിമാരായ R ബാലകൃഷ്ണപിള്ള, ഇളമരം കരീം, MP-മാരായ NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, KN ബാലഗോപാൽ, MLA-മാരായ അഡ്വക്കേറ്റ് K രാജു, KB ഗണേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് തുടങ്ങിയവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. UDF സർക്കാർ ന്യൂനപക്ഷ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന സർക്കാരാണെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R ബാലകൃഷ്ണപിള്ള. പുന്നല ശ്രീനീലകണ്ഠപുരം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിള്ള.
NSS മതേതര താൽപര്യം സംരക്ഷിക്കുന്ന സമുദായ സംഘടനയാണെന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ നായർ സമുദായത്തെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് നായർ സർവീസ് സൊസൈറ്റി നയിക്കുന്ന വഴിയിൽ കൂടി പോവുകയും പറ്റും, അല്ല വേറെ മാർഗമില്ല. നായർ സമുദായം വർഗീയവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നായർ സമുദായം കേരളത്തിന്റെയും ഭാരതത്തെയും ഇന്നത്തെ സ്ഥിതി ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇനി മാറി നിന്നാൽ ഇത് അവസാനത്തെ ബസ്സാ. ഈ ബസ് തെറ്റിയാ പിന്നെ ബസ് ഇല്ല, ലാസ്റ്റ് ബസ്സാണ്. ഇങ്ങനെ പറഞ്ഞ് 59 കൊല്ലമായി ശ്രീ മന്നത്ത് പത്മനാഭൻ പറഞ്ഞു തുടങ്ങിയതാണ് 1957. ഇനി ബസ് തെറ്റിയാൽ ബസ് ഇല്ല. അതുകൊണ്ട് ബസ് തെറ്റരുത്. ശരിയായ ബസ് ശരിയായ ദിശയിലേക്ക് ഏതാണ് പോകുന്നത് എന്ന് അറിയാവുന്നവർ പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. മുന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും നിഷേധിക്കപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും രണ്ടാം തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഭരണഘടന തിരുത്തിയെഴുതണമെന്നും അദ്ദേഹം പറഞ്ഞു. സംവരണത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം ഗുജറാത്തിലല്ല കേരളത്തിലാണ് ആദ്യം ആരംഭിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുന്നല ശ്രീനീലകണ്ഠവിലാസം NSS കരയോഗ മന്ദിരത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി അനുമോദിച്ചു. കരയോഗം പ്രസിഡന്റ് R. രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. G. മധുസൂദനൻ പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരയോഗം സെക്രട്ടറി K. മാധവൻകുട്ടി, താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് MB. ഗോപിനാഥ പിള്ള, G. അശോക് കുമാർ, S. മഹേഷ് കുമാർ, രാജമ്മ മോഹൻ, S. വിജയകുമാരി, ഗീത സതീശൻ, അപ്പുകുട്ടൻ നായർ, രാധാകൃഷ്ണൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തമിഴ്നാട്ടിൽ തക്കാളിക്ക് വൻ വില തകർച്ച. ഇതോടെ കർഷകർ വിളവെടുപ്പ് നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം 1 കിലോ തക്കാളിക്ക് കർഷകർക്ക് ലഭിച്ചതാകട്ടെ വെറും 2 രൂപ മാത്രം. വിലയിടിവ് കാരണം തമിഴ്നാട്ടിൽ പലയിടത്തും കർഷകർ വിളവെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ്. ചുരണ്ടായി, ആയിക്കുടി, സാമ്പുവർ വടകരൈ, കടയനല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കർഷകർ വിളവെടുക്കാതെ പിൻവാങ്ങിയത്. 1 ഏക്കർ ഭൂമിയിൽ 25,000 രൂപ വരെ ചിലവഴിച്ച് കൃഷിയിറക്കിയവർക്കാണ് ഈ ദുർഗതി. 80 മുതൽ 100 ദിവസം വരെ കൃഷിയിടത്തിൽ കഷ്ടപ്പെട്ടിട്ടും ന്യായവില ലഭിക്കാത്തതിൽ കർഷകർ നിരാശയിലാണ്. മുൻവർഷങ്ങളിലും വില തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് വില ഇത്രയും കുറഞ്ഞത്. എന്നാൽ കേരളത്തിലേക്കും തമിഴ്നാട്ടിലെ മറ്റു ജില്ലകളിലേക്കും തക്കാളി കയറ്റി അയച്ച് മൊത്ത വിതരണക്കാർ ലാഭം കൊയ്യുന്നുമുണ്ട്. നേരിട്ട് കച്ചവടം ചെയ്യാൻ അറിയാത്തതിനാൽ ഇടനിലക്കാർ മുഖേന കച്ചവടം ചെയ്യുന്നവർക്കാണ് ഈ ദുർഗതി. വിലയിൽ വ്യത്യാസമുണ്ടാകും വരെ മൊത്ത വിതരണക്കാരുടെ തുച്ഛമായ വില കൊണ്ട് തൃപ്തിപ്പെടുകയെ ഇവർക്ക് നിവൃത്തിയുള്ളൂ. ഓണத்துக்கு ரேட் ஆயிருமா? ஓணத்துக்கு ரேட் ஆயிருங்களா? அப்படின்னு பழம் உருட்டு 10 கிலோ 10 ரூபா 20 ரூபாய் ஆயிரும் கூட. சரி, நல்ல பழமா வருமா? நல்ல பழமா வரும். உரம் ஏதாவது? உரம் நம்ம மற்ற ஸ்ப்ரே தெளிக்க கிடையாது. ലൈവ് വാർത്ത, തെന്മല. കറവൂർ വെരുകുഴിയിൽ വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്നു. ആർഷാലയത്തിൽ രാധാകൃഷ്ണന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. വെരുകുഴി ആർഷാലയത്തിൽ രാധാകൃഷ്ണന്റെ വീടിന് മുകളിലാണ് സമീപത്തുനിന്ന മരം കടപുഴകി വീണത്. വീട് പൂർണ്ണമായും തകർന്നു. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രാധാകൃഷ്ണന്റെ ഭാര്യ സുജയ്ക്ക് പരിക്കേറ്റു. വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ തകർന്ന നിലയിലാണ്. അപകടാവസ്ഥയിലായ മരം മുറിച്ചു മാറ്റണമെന്ന് വനംവകുപ്പിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവും നിലവിലുണ്ട്. 2 വർഷം മുമ്പ് ഈ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി വീടിന് ഭീഷണിയായ അപേക്ഷ കൊടുത്ത ഫോറസ്റ്റിലേക്ക് ഇതുവരെ അതിനൊരു നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുടിലായിരുന്നു. ഇത് മൊത്തം തകർന്നു. ഇനി കിടക്കാൻ പോലും ഇല്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വീടിന് മുകളിൽ മരം വീണതറിഞ്ഞ് മരം മുറിച്ചു മാറ്റാൻ സ്ഥലത്തെത്തിയ വനംവകുപ്പ് സംഘത്തെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും ചെയ്തു. കയറിക്കിടക്കാൻ വീടില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ നിർധന കുടുംബം. പരിക്കേറ്റ സുജ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിത്ര ശുദ്ധജല വിതരണ പദ്ധതിയിലെ കാലപ്പഴക്കം ചെന്ന പ്രധാന പൈപ്പുകൾ മാറ്റുന്നതിന് നടപടിയായി. 4 കോടി രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. വർഷങ്ങൾ പഴക്കമുള്ള ചിത്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നത് നിത്യസംഭവമായിരുന്നു. പൊതുജനങ്ങളുടെ പരാതികൾക്കും നിരന്തരമായ സമരങ്ങൾക്കുമൊടുവിലാണ് പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ നടപടിയായത്. കിഴക്കൻ മലയോര മേഖലയ്ക്ക് വേനൽക്കാലത്ത് ഏക ആശ്രയമാണ് ഈ പദ്ധതി. എന്നാൽ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നത് മൂലം പ്രദേശങ്ങളിലെ ശുദ്ധജല വിതരണം പതിവായി തടസ്സപ്പെട്ടിരുന്നു. മൈലമൂട് മുതൽ വേങ്കൊല്ല വരെയുള്ള പ്രധാന പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ നടപടികൾ പൂർത്തിയായത്. നിർമ്മാണത്തിന് ആവശ്യമായ പൈപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിക്കഴിഞ്ഞു.
വേങ്കൊല്ലം മുതൽ പമ്പ് ഹൌസ് വരെയുള്ള 1200 മീറ്റർ ഭാഗത്തെ പൈപ്പുകൾ കൂടി മാറ്റിയാൽ കുടിവെള്ള വിതരണത്തിലെ തടസ്സം പൂർണ്ണമായി മാറും. കടക്കൽ, ചിതറ, നിലമേൽ പഞ്ചായത്തുകൾ പൂർണ്ണമായും ഇട്ടിവ, ചടയമംഗലം പഞ്ചായത്തിൽ ഭാഗികമായും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തെന്മല പരപ്പാർ അണക്കെട്ടിൽ നിന്നും കല്ലടയാറ്റിലേക്കുള്ള നീരൊഴുക്ക് നിലച്ചു. ഇതോടെ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും അവതാളത്തിലാകും. തെന്മല പരപ്പാർ അണക്കെട്ടിൽ നിന്നും കല്ലടയാറ്റിലേക്കുള്ള നീരൊഴുക്ക് നിലച്ചു. മഴ ലഭിക്കാത്തതിനെ തുടർന്ന് ഡാമിലെ ഷട്ടറുകൾ നേരത്തെ അടച്ചിരുന്നു. വൈദ്യുതി ഉൽപാദനം വഴി കല്ലടയാറ്റിലേക്ക് വെള്ളം ഒഴുകിയിരുന്നു. എന്നാൽ അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ വൈദ്യുതി ഉൽപാദനം നിർത്തിവെക്കുകയും ആറ്റിലേക്ക് നീരൊഴുക്ക് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. ഇതോടെ കല്ലടയാറ്റിലെ വെള്ളത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന 100ഓളം കുടിവെള്ള പദ്ധതികൾ അവതാളത്തിലാകും. ജപ്പാൻ കുടിവെള്ള പദ്ധതി, കുണ്ടറ കുടിവെള്ള പദ്ധതി, പുനലൂർ മുനിസിപ്പാലിറ്റി കുടിവെള്ള വിതരണം തുടങ്ങിയവയാണ് അനിശ്ചിതത്തിലാകുന്നത്. 115.8 മീറ്റർ ഉയർന്ന ജലനിരപ്പുള്ള അണക്കെട്ടിൽ കഴിഞ്ഞ ദിവസം ജലനിരപ്പ് 94 മീറ്ററായി കുറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. Palittra Fashion Jewelers, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഞങ്ങളുടെ ഷോറൂമിൽ നിന്നും ഗുണമേന്മയിലും മിതമായ വിലയിലും ലഭ്യമാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ എന്നിവയും ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949699. ASL Traders, അലിമുക്ക്, പുനലൂർ. കോൺടാക്ട് 9846504688 7025061 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി എന്നും രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി, നാടൻ പ്ലാവുകൾ തുടങ്ങിയ എല്ലാ തടികളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഒരേ ഒരു സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി തുടങ്ങിയ ഉറപ്പുള്ള നല്ല ഇനം തടികളിൽ നമ്മുടെ വീടിന് ആഡംബരത്തിന്റെ പർദീസയാക്കുവാൻ രേവതി ഫർണിച്ചർ എന്നും നിങ്ങളോടൊപ്പം. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. കോൺടാക്ട് 9447453601 8136853601. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും
ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475-2220-357 9745-201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. രണ്ടാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. മൂന്നാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. നാലാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. ആറാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSSന് എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. ചിതറ കുറക്കോട് ഭാഗത്ത് വീട് കത്തി നശിച്ചു. കുറക്കോട് സ്വദേശി ബിനുവിന്റെ വീടാണ് കത്തി നശിച്ചത്. കുറക്കോട് അഭിനവ് നിവാസിൽ ബിനു റീന ദമ്പതികളുടെ വീടാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ കത്തി നശിച്ചത്. ഷീറ്റ് ഭാഗിയ വീട് പൂർണ്ണമായും കത്തി നശിച്ചു. അപകട സമയത്ത് വീട്ടിൽ ആളില്ലായിരുന്നു. വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഷെഡിൽ കെട്ടിയിരുന്ന ആടിന് പൊള്ളലേറ്റു. വീടിന് തീപിടിക്കുന്നത് കണ്ട് അയൽവാസികൾ ഫയർഫോഴ്സിനെ വിളിച്ചു. എന്നാൽ റോഡിൽ നിന്നും ഒരുപാട് ഉള്ളിലായതിനാൽ ഫയർഫോഴ്സ് നിസ്സഹായരായി. അപ്പോഴേക്കും വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. വീട്ടുപകരണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മണിയാർ പരവട്ടം ചേറ്റുകുഴി ഗിരിവർഗ കോളനിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രദേശത്ത് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായം. പ്രദേശത്ത് ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ചതോടെ കോളനിയിലെ ആളുകൾക്ക് ജോലിക്ക് പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ മേഖലയിൽ ദാരിദ്ര്യം പടർന്നു പിടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. അരിയും പയറുമടങ്ങിയ കിറ്റുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ വിതരണം ചെയ്തു. പനി ബാധിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു സൗജന്യ റേഷന്റെ കാര്യം അന്ന് പറഞ്ഞായിരുന്നു. അതിന് പ്രകാരം 10 കിലോ അരിയും പയറും ഇപ്പം നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ആ പയറും അരിയായിട്ടാണ് വന്നത്. അന്ന് നിങ്ങളെ കാണാനല്ലേ വന്നത്. നമ്മൾ പറഞ്ഞിട്ടങ്ങ് പോകുമല്ലേ ഇത്. അതിപ്പം തന്നെ നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങളുടെ ട്യൂഷന്റെ കാര്യം പറഞ്ഞു. 8ാം ക്ലാസ്സിന് മുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷന് പോകാൻ പൈസ തരും. അപ്പോൾ 8ാം ക്ലാസ്സിന് മുകളിൽ പോകുന്ന എത്ര കുട്ടികളുണ്ടെന്നുള്ളത് നോട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ട്യൂഷൻ ഫീസ് അമ്മയ്ക്കോ അച്ഛൻ്റെ കയ്യിൽ തരും. 8ാം ക്ലാസ്സിന് താഴെ ഉള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റ് സംവിധാനമില്ല. അത് ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ചെയ്യാം. ഈ അംഗനവാടിയിൽ വെച്ച് തന്നെ 8ന് മുകളിലുള്ളവർക്ക് ട്യൂഷൻ ഫീസ് തരികയും ചെയ്യും. 3 കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞു. 1 മരുന്നും പ്രതിരോധ മരുന്നും അത് കിട്ടി. 2 അരിയും പയറും കൊണ്ടുവന്നിട്ടുണ്ട്. 3 ട്യൂഷൻ, അത് 8ാം ക്ലാസ്സിന് മുകളിലുള്ളവർക്ക് നമ്മൾ പൈസ തരും. 8ാം ക്ലാസ്സിന് താഴെ ഉള്ളവരെ നമ്മൾ തന്നെ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കി നല്ല മനസ്സുള്ള ആളുകളെ കൊണ്ട് പഠിപ്പിക്കാം. എന്താ കോളനിയിൽ ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടന്നു വരികയാണ്. ലൈവ് വാർത്ത, പുനലൂർ. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയുടെ ചരിത്ര നായകന്മാരെയും അവഹേളിച്ച് KPCC പ്രസിഡന്റ് ഭാരതീപുരം ശശി. ശ്രീനാരായണീയർ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നത് കാള ചുവപ്പ് കാണുന്നത് പോലെ. ഷാഹിർ ഷയുടെ സ്ഥലം മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് വ്യക്തമാക്കണമെന്നും ഭാരതീപുരം. ഷാഹിർ ഷയ്ക്ക് പിന്തുണയുമായി പത്തനാപുരം MLA KB ഗണേഷ് കുമാറും. ചെക്ക് പോസ്റ്റുകളിൽ സ്കാനർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് എക്സൈസ് മന്ത്രി K ബാബു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ കണ്ടെയ്നർ ചെക്ക് മൊഡ്യൂൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പുനലൂർ പേപ്പർ മിൽ വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. തക്കാളി വിലയിൽ വൻഇടിവ്. തമിഴ് കർഷകർ പ്രതിസന്ധിയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടിമണികൾ ജുവലറി പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ, ദേവാ സ്റ്റാർ ഹോം പുനലൂർ, പുനലൂർ ഇലക്ട്രിക്കൽസ് പുനലൂർ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ.